ഈ പ്രളയകാലത്ത് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഭരണകക്ഷിയെ കുറ്റം പറയാൻ 110 കാര്യങ്ങൾ കിട്ടും. എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടാകും. ഒന്നുകിൽ ആംബുലൻസ് വരാൻ താമസിച്ചു, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതിൻ്റെ പേരിൽ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അത് നല്ല കാര്യമല്ല. പ്രളയം കഴിയട്ടെ, നിങ്ങളിത് കുറിച്ച് വെച്ചോ ഈ വീഴ്ചകളൊക്കെ, എന്നിട്ട് നിങ്ങൾ നിയമസഭയിൽ അത് ഉന്നയിക്കുക. അതാണ് അതിൻ്റെ മര്യാദ. ആരെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണം. ഇടതുപക്ഷം ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷം പറയുക, സർക്കാരിന് ഒരുപാട് വീഴ്ചകളുണ്ട്, ഞങ്ങൾ തൽക്കാലമൊന്നും പറയുന്നില്ല, ക്രൈസിസ് കഴിയട്ടെ ഞങ്ങൾ പറയാം. അങ്ങനെ ചെയ്യാനുള്ളൊരു സത്യസന്ധത ഇടതുപക്ഷം കാണിക്കണം. ഇപ്പോൾ സതീശനെ കിട്ടുന്നിടത്തെല്ലാം വെച്ച് ഒരു അവസരം നോക്കിയിരിക്കുക, അതൊരു നല്ല കാര്യമല്ല. പാത്തും പതുങ്ങിയൊക്കെ ഇരുന്ന് ഒരാളെ ആക്രമിക്കുക എന്ന് പറയും ഒരു ശരിയായ സംഗതിയല്ല. ഞാൻ നോക്കിയിട്ട് പിണറായി വിജയൻ ഹാൻഡിൽ ചെയ്താലും ഇതുപോലെയൊക്കെ ഇരിക്കും, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. വി.ഡി. സതീശൻ ഹാൻഡിൽ ചെയ്താലും ഇതുപോലെയൊക്കെ ഇരിക്കും. കാരണം ഒരുപാട് പേര് രക്ഷാപ്രവർത്തനം, ഫയർഫോഴ്സ്, കളക്ടർ, RDO, പിന്നെ പൊതുജനങ്ങൾ പ്രത്യേകിച്ച്, ഇവരൊക്കെ ചേർന്ന് വേണം ഇത് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ. ഇതിലാരെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച വരും, മനുഷ്യനല്ലേ, ആ വീഴ്ച വരും. അതിൻ്റെ പേരിൽ കുറ്റം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഹെലികോപ്റ്ററിൽ സ്വന്തം ആവശ്യത്തിന് പോയി പിണറായി ഹെലികോപ്റ്റർ വാങ്ങിയ സമയത്ത് എല്ലാവരും അദ്ദേഹം പക്ഷേ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയുള്ളൊരു പരാമർശങ്ങൾ. വി.ഡി. സതീശൻ കാറിൽ പോയി എന്ന് വിചാരിക്കുക. പോണ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അവിടെ ഒന്ന് കയറി. ആരെങ്കിലും കുറ്റം പറയുമോ? ഇത് ഹെലികോപ്റ്റർ ആയതുകൊണ്ട് കുറ്റം പറയുന്നില്ല. കാറാണെങ്കിൽ കുഴപ്പമില്ല. അതൊരു ദുരുപയോഗമൊന്നും അല്ല. വാസ്തവത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചാണ്, എനിക്ക് എൻ്റെ കണ്ടീഷൻസ് അറിയില്ല. ഹെലികോപ്റ്ററിന് മാസാമാസം വാടക കൊടുക്കണം. ആ വാടകയിൽ 25-28 മണിക്കൂർ പറക്കലും കൂടെ ഉൾപ്പെട്ടതാണ് വാർത്ത. പറന്നാലും പറന്നില്ലെങ്കിലും കാശ് കൊടുക്കണം. അപ്പോൾ വി.ഡി. സതീശൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വേഗം പോവുകയും ചെയ്യാം. ഏതായാലും അവർക്ക് വാടക കൊടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ 28 മണിക്കൂർ എക്സീഡ് ചെയ്തിട്ടുമില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ വാഹനം ഉപയോഗിച്ചു. ഒരു വാഹനം ആയിട്ട് അതിനെ കണ്ടാൽ മതി. അതിനായിട്ട് എക്സ്ട്രാ ചിലവൊന്നും വന്നിട്ടില്ല. ഹെലികോപ്റ്റർ കേരള സർക്കാരിന് ആവശ്യമാണോ എന്നുള്ളത് വേറൊരു ചോദ്യം, അത് ഡിബേറ്റബിളാണ്. പക്ഷേ വാടകയ്ക്ക് എടുത്ത സാധനം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? മറ്റേ പുള്ളി ഉപയോഗിച്ചില്ല, ഈ പുള്ളി ഉപയോഗിച്ചു. ഉപയോഗിക്കാനായിട്ടാണല്ലോ ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, അല്ലാതെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലല്ലോ.